ഫ്രണ്ട്സ്, ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം തെറ്റിയത് മൂലം സ്നേഹിക്കുന്നത് തന്നെ ഒരു തെറ്റാണെന്നുള്ളൊരു ധാരണ നമുക്ക് ഏവർക്കും ഉണ്ടായേക്കാം. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെയായിരിക്കാം നമ്മൾ ഓരോരുത്തരും ആ സമയം കടന്നു പോകുന്നത്. ഫ്രണ്ട്സ്, ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാവരും ഒരുപോലെയൊന്നുമല്ല. പക്ഷെ സ്ഥിരമായിട്ട് ഒരു ബന്ധത്തിൽ നിന്നും ഹർട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാവരും അതുപോലെ ആയിരിക്കും എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ രൂപപ്പെടുകയാണ്. അപ്പം അതിലൂടെ തന്നെ എല്ലാവരും കണക്കാ, ആരെയും സ്നേഹിക്കാൻ കൊള്ളില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ രൂപപ്പെടും. സത്യത്തിൽ ഈ പ്രൊട്ടക്ഷൻ മെക്കാനിസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ ഹെൽത്തി റിലേഷൻസിനെയും നമ്മൾ വേറൊരു രീതിയിൽ കാണുവാൻ തുടങ്ങും. അതായത് തെറ്റായ രീതിയിൽ നമ്മൾ കാണുവാൻ തുടങ്ങും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് വേണ്ടേ? ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ തന്നെ ജനറലൈസ് ചെയ്യാതിരിക്കുക. നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ ആൾക്കാരും നമ്മളെ വഞ്ചിക്കുന്നവരാണ്, ചതിക്കുന്നവരാണ് എന്നുള്ള നിഗമനത്തിൽ എത്താതിരിക്കുക. വീണ്ടും ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അതായത് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ളത് ചൊല്ലുണ്ട്. എന്ന് പറയുന്നത് പോലെ തുടക്കത്തിൽ നല്ല രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ റിലേഷൻ അല്ലെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു മാക്സിമം ലെവൽ അവരുടെ മുമ്പിൽ ഷോ ചെയ്യാതിരിക്കുക. വേറൊന്നുമില്ല, നമ്മുടെ ഒരു മാക്സിമം ലെവൽ, അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് ഒരാൾ അറിയുന്ന നിമിഷം അവിടെയാണ് സത്യത്തിൽ നമ്മുടെ ഈ പരാജയം തുടങ്ങുന്നത്. അവിടെ ആ ഒരു സ്നേഹബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നു. അവരെന്നേക്കുമായി നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ബന്ധം കൺസിസ്റ്റന്റ് ആണോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ തുടക്കത്തിൽ നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്യുക. ട്രസ്റ്റ് ആൻഡ് ബൗണ്ടറീസ് ആണ് നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബ്രേക്കപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇനി പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു റൂൾ ജീവിതത്തിൽ പാലിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം. ഓക്കെ ഫ്രണ്ട്സ്.